ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ യൂണിറ്റായ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠഭാഗമാണ്. നമുക്ക് നേരെ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠഭാഗത്തിലേക്ക് പോകാം. ആ പാഠഭാഗം തുടങ്ങുന്നത് കീർത്തി എന്ന പെൺകുട്ടി ഒരു പൂന്തോട്ടം നനയ്ക്കുന്ന ഒരു ചിത്രവുമായിട്ടാണ്. ദിവസേന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകുന്നു. എന്താണ് സമ്മാനമായി കൊടുക്കുന്നത്? മിഠായി. ദിവസേന വീട്ടിലെ പൂന്തോട്ടം നനയ്ക്കുന്നതിനാണ് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകിയത്. തൊട്ടടുത്ത ചിത്രത്തിൽ വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വയ്ക്കുന്നതിന് തേജസിന്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു. വീട്ടിലെ തുണികളെല്ലാം കൃത്യതയോടെ മടക്കി വെച്ചതിന് തേജസിന്റെ അച്ഛനും അമ്മയും കൊടുത്തത് ഒരു കഥാപുസ്തകമാണ് സമ്മാനമായി നൽകിയത്. തുടർന്ന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്, മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ്? എന്താണ് കീർത്തിക്ക് ലഭിച്ചത്? പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് മിഠായിയാണ് കീർത്തിക്ക് സമ്മാനമായി ലഭിച്ചത്. രണ്ടാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത്, വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസിനെ അനുമോദിച്ചത്? എങ്ങനെയാണ് തേജസിനെ അനുമോദിച്ചത്? കഥാപുസ്തകം സമ്മാനമായി നൽകിയാണ് തേജസിനെ അനുമോദിച്ചത്. വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വെച്ചതിന് സമ്മാനമായി കഥാപുസ്തകമാണ് തേജസിന് കിട്ടിയത്. മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാലോ. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത്? എന്താണ് ലഭിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി ലഭിക്കുന്നതാണ് പ്രതിഫലം. പ്രതിഫലം നമുക്ക് ആ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി പ്രതിഫലം ലഭിക്കുന്നു. അതിനുശേഷമുള്ള ടോപ്പിക് വരുമാനത്തെക്കുറിച്ചുള്ള ടോപ്പിക്കാണ്. അതിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. എന്തെല്ലാം ചിത്രങ്ങളാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്? ഒരു ക്ലാസ് റൂമിൻ്റെ ചിത്രമുണ്ട്, ഒരു അധ്യാപിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ചിത്രമുണ്ട്, അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ ഒരു ചിത്രമുണ്ട്, ക്യാരംസ് കളിക്കുന്നതിൻ്റെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ ഡോക്ടറും നഴ്സുമാരും ഒരു ആശുപത്രിയുടെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ ചിത്രരചന, കുട്ടികൾ ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രമുണ്ട്, ഏറ്റവും അവസാനമായിട്ട് വോളിബോൾ കളിക്കുന്ന ഒരു ചിത്രമുണ്ട്. കണ്ടില്ലേ? എല്ലാവരും ചിത്രങ്ങൾ കണ്ടില്ലേ? അതിനുശേഷം പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത്, വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് നിരീക്ഷിച്ചല്ലോ. ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ട്? കച്ചവടമുണ്ട്, അതുപോലെ തന്നെ അധ്യാപനം, ക്യാരംസ് കളിക്കൽ, വോളിബോൾ, ചിത്രം വരയ്ക്കൽ, ആതുര സേവനം. ഇത്രയും ജോലികളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത്, ഇതിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത്? ഇതിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നത്? ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ്? അധ്യാപനം, കച്ചവടം, ആതുര സേവനം. ഈ 3 കാര്യങ്ങൾക്കും പ്രതിഫലമായിട്ട് പണം ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത്, ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത്? കണ്ടോ? ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത്? ചിത്രരചന, ക്യാരംസ്, വോളിബോൾ. ഇത്രയും കാര്യങ്ങൾക്ക് സമ്മാനമാണ് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? അധ്യാപനം, കച്ചവടം, ആതുര സേവനം, ഈ 3 കാര്യങ്ങൾക്കും പ്രതിഫലമായിട്ട് പണം ലഭിക്കുമ്പോൾ ചിത്രരചന, ക്യാരംസ്, വോളിബോൾ ഇവയ്ക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് സമ്മാനമാണ് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. അതായത് മനസ്സിലായില്ലേ? എന്താണ് വരുമാനം എന്നാണ് പറയുന്നത്? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക്
നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് തൊഴിൽ എന്ന ടോപ്പിക്കാണ്. തൊഴിൽ എന്ന ടോപ്പിക്കിൽ ഒരു കവിതയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അത്. ചോദ്യം: പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പിന്നീടെന്തൊരു പണിക്കു പോകും നീ? അതിൻ്റെ ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നു. ഒന്നാമൻ പറയുന്നത് കൃഷിക്കു പോകും ഞാൻ, കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്കു പോകും ഞാൻ. രണ്ടാമൻ പറയുന്നത് പണം മുടക്കി കോടിക്കണക്കിനു കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ, തൊഴിലിതിൽ നല്ലതു വേറൊന്നുണ്ടാമോ? മൂന്നാമത്തെ ആൾ പറയുന്നത് നാട്ടിലെ ശിക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാലയമാരംഭിച്ചിടും. നാലാമൻ പറയുന്നത് പഠിപ്പു തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ, പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ. വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ് ഈ വരികളിൽ കവി പറയുന്നത്? കൃഷി, കച്ചവടം, അധ്യാപനം, സൈനികൻ. ഈ തൊഴിലുകളെക്കുറിച്ചാണ് കവി പറയുന്നത്. ഭാവിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിൽ ഏതാണ്? അത് നിങ്ങളല്ലേ പറയേണ്ടത്. ഭാവിയിൽ നിങ്ങൾ ഏത് തൊഴിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത്? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. തൊഴിലിനെ കുറിച്ചുള്ള നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കൂലിയും ശമ്പളവും. നോക്കാം നമുക്കത്. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. മനസ്സിലായോ? കൂലിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചുമുള്ള വ്യത്യാസമാണ് അതിലൂടെ പറയുന്നത്. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ ഒരു ദിവസത്തിൻ്റെ കണക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മണിക്കൂറിൻ്റെ കണക്ക് വെച്ചിട്ടോ കൊടുക്കുന്നതിനെയാണ് കൂലി എന്ന് പറയുന്നത്. അതുപോലെ ഒരു മാസത്തിൻ്റെ കണക്ക് അനുസരിച്ച് കൊടുക്കുന്നതിനെയാണ് ആ മാസത്തിൻ്റെ കണക്കനുസരിച്ച് കൊടുക്കുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്തെല്ലാം പഠിച്ചു? എന്താണ് തൊഴിലെന്ന് പഠിച്ചില്ലേ? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. അതുപോലെ തന്നെയുള്ള തൊഴിലുകളാണ് കായികമായ തൊഴിലുകളും ഭൗതികമായ തൊഴിലുകളും. എന്താണ് കായികമായ തൊഴിലുകൾ? കായിക ശേഷി ആവശ്യമായ തൊഴിലുകളാണ് കായികമായ തൊഴിലുകൾ. ഉദാഹരണത്തിന് വെൽഡർമാർ, ഇരുമ്പ് തൊഴിലാളികൾ, നർത്തകർ, ആശാരി, കെട്ടിടപ്പണിക്കാർ, മേസ്തിരി, മെക്കാനിക്ക്. ഈ തൊഴിലുകൾക്കെല്ലാം കായികമായ തൊഴിലുകൾ എന്നാണ് പറയുന്നത്. അടുത്തത് ഭൗതികമായ തൊഴിലുകൾ. ഭൗതിക ശേഷി ആവശ്യമായ തൊഴിലുകളാണ് ഭൗതിക തൊഴിലുകൾ. ഡോക്ടർ, അധ്യാപകർ, എഞ്ചിനീയർ, ശാസ്ത്രജ്ഞർ മുതലായവർ ഭൗതികമായ തൊഴിലുകൾ ചെയ്യുന്നവരാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിലുകൾ പട്ടികപ്പെടുത്താൻ കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടിക കൊടുത്തിട്ട് കുടുംബാംഗങ്ങൾ ആരൊക്കെയാണെന്നും അവർ ചെയ്യുന്ന തൊഴിലുകൾ എന്തൊക്കെയാണെന്നും പട്ടികപ്പെടുത്തണം. മനസ്സിലായില്ലേ? അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് വരുമാന സ്രോതസ്സുകൾ. നോക്കാം നമുക്കത്. വരുമാന സ്രോതസ്സുകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണല്ലോ. കൃഷി,
ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. മനസ്സിലായോ? നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം തേടുന്നത് വിവിധതരം തൊഴിലുകളിലൂടെയാണ്. അത് നമ്മൾ പഠിച്ചല്ലോ. വിവിധതരം തൊഴിലുകളിലൂടെയാണ് ആളുകൾ വരുമാനം നേടുന്നത്. എന്തൊക്കെ തൊഴിലുകളാണ്? കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. അവിടെ നമുക്കൊരു ആസ്തികൾ എന്ന കാര്യം പറയുന്നുണ്ട്. എന്താണ് ആസ്തികൾ? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. മനസ്സിലായോ? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. തുടർന്ന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കൂ. വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിക്കുന്ന ഡയഗ്രം. ഒരു ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് വരുമാന സ്രോതസ്സുകൾ, നടുക്ക് വരുമാന സ്രോതസ്സുകൾ കൊടുത്തിട്ട് ഒരു 5 ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അത് 5 ഡയഗ്രം പൂർത്തീകരിക്കാൻ. ഒന്നാമത്തത് ബാങ്ക് നിക്ഷേപങ്ങൾ പാഠപുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ള വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ഓഹരി നിക്ഷേപങ്ങൾ, തൊഴിൽ, കൃഷി, കച്ചവടം, ഇവയെല്ലാം വരുമാന സ്രോതസ്സുകളാണ്. ഏതൊക്കെയാണ്? ബാങ്ക് നിക്ഷേപങ്ങൾ, ഓഹരി നിക്ഷേപങ്ങൾ, തൊഴിൽ, കൃഷി, കച്ചവടം, ഇവയെല്ലാം വരുമാന സ്രോതസ്സുകളാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഒരു പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. വരുമാന സ്രോതസ്സുകളും വരുമാനത്തെ ഒരു തരം തിരിച്ചിട്ടുള്ള പട്ടികയാണ്. കൃഷി, വരുമാന സ്രോതസ്സ് കൃഷി, അതിൻ്റെ വരുമാനം വിള. തൊഴിൽ, വരുമാന സ്രോതസ്സ് തൊഴിലാണെങ്കിൽ അതിൻ്റെ വരുമാനം വരുന്നത് കൂലി അല്ലെങ്കിൽ ശമ്പളം. ബിസിനസ്സിൻ്റെ വരുമാനം ലാഭം. ബാങ്ക് നിക്ഷേപം, ബാങ്ക് നിക്ഷേപത്തിൻ്റെ വരുമാനം പലിശ രൂപത്തിലാണ്. ആസ്തികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് വാടക, പാട്ടം എന്നിവ. ഓഹരി നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ലാഭവിഹിതം. മനസ്സിലായില്ലേ? ഓരോ വരുമാന സ്രോതസ്സുകളും ആ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്തൊക്കെയാണെന്നുമാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. നോക്കാം നമുക്ക് എന്താണ് വ്യക്തിഗത വരുമാനമെന്നും കുടുംബ വരുമാനം എന്താണെന്നും നോക്കാം. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. മനസ്സിലായോ? എന്താണ് കുടുംബ വരുമാനമെന്നും എന്താണ് വ്യക്തിഗത വരുമാനമെന്നും? എന്താണ് വ്യക്തിഗത വരുമാനം? ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. മനസ്സിലായോ? അതൊരു വ്യക്തിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിശ്ചിത കാലയളവിൽ ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് കുടുംബ വരുമാനം? ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാവർക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. മനസ്സിലായില്ലേ എന്താണ് വ്യക്തിഗത വരുമാനമെന്നും എന്താണ് കുടുംബ വരുമാനമെന്നും? അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് തൊഴിലുകൾ വിവിധ തരം തൊഴിലുകളെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവെക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് നന്നായിട്ട് പഠിക്കുക.
ശ്രദ്ധിച്ച് വായിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ വീഡിയോ ആയി പോകും. അപ്പോൾ ആ വലിയ വീഡിയോ ആയി കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. ഓക്കെ.